നിത്യതയിലെത്തി ആശ്വസിച്ചിടാം. ദൈവിക വാഗ്ദാനങ്ങൾ നമുക്ക് ശേഷിക്കുന്നത് കൊണ്ട് അവൻ്റെ അത്ഭുതങ്ങൾ പിന്നെയും അനുഭവിപ്പാനും അവൻ്റെ വിടുതലുകളെ പ്രാപിപ്പാനും കർത്താവ് നമ്മെ സഹായിപ്പാൻ തീരട്ടെ. വിടുതലിൻ്റെ ശബ്ദം TV പ്രോഗ്രാം കേൾക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് പകൽക്കാലത്തെ ഈ സന്ദേശം ഒരു വിടുതലിനും അനുഗ്രഹത്തിനും കാരണമായി തീരട്ടെ എന്ന് ദൈവത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അല്പസമയത്തെ വചന ചിന്തയ്ക്കായി വേഗത്തിൽ ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. 119 സങ്കീർത്തനം അതിൻ്റെ 162 വേദഭാഗം. സങ്കീർത്തനം 119 162. വലിയ കൊള്ള കണ്ടുകിട്ടിയവനെ പോലെ ഞാൻ നിന്റെ വചനത്തിൽ ആനന്ദിക്കുന്നു. NIV-യിൽ ഇതിന് കൊടുത്തിരിക്കുന്ന ഇംഗ്ലീഷ് പരിഭാഷയിൽ കൊടുത്തിരിക്കുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: ഐ റിജോയ്സ് ഇൻ യുവർ പ്രോമിസസ് ലൈക്ക് വൺ ഫൈൻസ് ഗ്രേറ്റ് ഓയിൽ. വലിയ കൊള്ള കണ്ടുകിട്ടിയവനെ പോലെ ഞാൻ നിന്റെ വാഗ്ദത്തങ്ങളിൽ സന്തോഷിക്കുന്നു. ആയിരിക്കുന്ന ഇരിപ്പുകളിൽ ഇരുന്നു കൊണ്ട് ദൈവമക്കൾ പറഞ്ഞാട്ടെ, ഞാൻ നിന്റെ വാഗ്ദത്തങ്ങളിൽ കർത്താവേ സന്തോഷിക്കുന്നു. നിന്റെ വാഗ്ദാനങ്ങളിൽ ഞാൻ സന്തോഷിക്കുന്നു. എങ്ങനെ സന്തോഷിക്കുന്നു? വലിയ കൊള്ള തിരിച്ചു കിട്ടിയവനെ പോലെ, വലിയ കൊള്ള കണ്ടുകിട്ടിയവനെ പോലെ ഞാൻ സന്തോഷിക്കുന്നു. സാധാരണയായി പ്രാർത്ഥനാ വാക്കുകളിൽ നാം ഈ വാചകം ഉപയോഗിച്ച് പ്രാർത്ഥിക്കാറുള്ളതാണ്: കർത്താവേ, ഇന്ന് പകൽക്കാലം വലിയ കൊള്ള കണ്ടുകിട്ടിയതുപോലെ ഒരു സന്തോഷം ഞങ്ങൾ അനുഭവിക്കണം. അത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അതിൽ ഉള്ളടക്കം ചെയ്തിട്ടുള്ള ആത്മീയ ആശയങ്ങളുടെ ഗൗരവം, അതിന്റെ വലുപ്പം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണോ സാധാരണയായി അത് പ്രാർത്ഥിക്കാറുണ്ടെന്ന് ഞാൻ ശങ്കിച്ചു പോയിട്ടുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ച വിഷയം, ഹല്ലേലൂയ, വലിയ കൊള്ള കണ്ടുകിട്ടുക. എന്താണ് വലിയ കൊള്ള കണ്ടുകിട്ടുക? വലിയ കൊള്ള കണ്ടുകിട്ടിയവന്റെ സന്തോഷം എന്താണ്? ഹല്ലേലൂയ. ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ പെട്ടെന്ന് ഈ ആശയം നിങ്ങൾക്ക് വ്യക്തമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് പകൽ നിങ്ങൾ എല്ലാവരും ഈ ആത്മീയ കൂട്ടായ്മയ്ക്കായി നിങ്ങളുടെ വീടുകൾ വിട്ട് നിങ്ങളുടെ ചാവി ഉപയോഗിച്ച് നിങ്ങളുടെ വീടുകളെ ലോക്ക് ചെയ്ത് നിങ്ങളിവിടെ കടന്നു വന്നിരിക്കുന്നു. നിങ്ങളുടെ വീട് സുരക്ഷിതമാണെന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു. എന്നാൽ ഈ കൂട്ടായ്മ കഴിഞ്ഞ് നിങ്ങൾ മടങ്ങി നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ നിങ്ങൾ കാണുന്ന കാഴ്ച, ആരും ഭയപ്പെടരുത്, ഞാൻ ഉദാഹരണം പറയുകയാണ്. നിങ്ങൾ കാണുന്ന കാഴ്ച, നിങ്ങളുടെ വീടിന്റെ താഴെ പൊളിച്ചിരിക്കുന്നു. നിങ്ങളുടെ വീടിന്റെ അകത്ത് ഏതോ കള്ളൻ കയറിയിട്ട് മുഴുവൻ മോഷ്ടിച്ചു കൊണ്ടുപോയിരിക്കുന്നു. നിങ്ങൾക്ക് പെട്ടെന്നുണ്ടാകുന്ന സംഭ്രമവും ഭയമൊക്കെ ഒന്ന് അടങ്ങിക്കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കഥാവിദാസനോട് ഡോക്ടർ ബാബു ജോർജിനെ നിങ്ങൾ ഫോൺ ചെയ്യും. കഥാവിദാസനോട് പറയും, കഥാവിദാസനെ പ്രാർത്ഥനയ്ക്ക് വന്നു, പക്ഷെ എന്റെ വീട് മുഴുവൻ കൊള്ളയടിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ കഥാവിദാസൻ സഭയിലുള്ള എല്ലാ വിശ്വാസികളോടും പറയും, നിങ്ങൾ എത്രയും പെട്ടെന്ന് പ്രാർത്ഥിച്ചാട്ടെ, വലിയൊരു പ്രതിസന്ധി ഇന്ന് എന്റെ കുടുംബത്തിന് നേരിട്ടിരിക്കുന്നു എന്നൊക്കെ പെട്ടെന്ന് ഫോൺ ചെയ്ത് പറയുവാനിടയായി തീരും. അതിനടുത്ത ശ്രമമായിട്ട് നാം ചെയ്യുന്നത്, നാം നമ്മുടെ ബന്ധുക്കളിലൊക്കെയുള്ള രാഷ്ട്രീയ സ്വാധീനമുള്ള അല്പം കാര്യപ്രാപ്തിയുള്ള ആളുകളെ വിളിച്ചിട്ട് പറയും, മച്ചായ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അത്യാവശ്യം പോലീസ് സ്റ്റേഷനിൽ എന്റെ കൂടി ഒന്ന് വരണം, പോലീസുകാരുടെ അടുക്കൽ ഒരു കേസ് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്, അതുകൊണ്ട് ഒരു കേസ് നാം കൊടുക്കും. അപ്പോൾ നാം പ്രാർത്ഥിക്കുവാൻ ദൈവമക്കളോടായി ആവശ്യപ്പെട്ട് കേസ് കൊടുക്കുവാൻ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരാഴ്ച നാം കാത്തിരുന്നു. എന്നാൽ നമ്മുടെ വീട് കൊള്ളയടിച്ചു കൊണ്ടുപോയത് ആരാണെന്ന് നമുക്ക് യാതൊരു ഊഹവുമില്ല, യാതൊരു അറിവുമില്ല. നാം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നു. ഒരുപക്ഷെ പ്രാർത്ഥനയ്ക്കൊരു മറുപടി കിട്ടും, അല്ല എങ്കിൽ പോലീസുകാരെങ്കിലും എന്തെങ്കിലും ഒരു തുമ്പ് കണ്ടെത്തി എന്റെ നഷ്ടപ്പെട്ടു പോയതൊക്കെ എനിക്ക് മടക്കിക്കൊണ്ടുവരുവാനുള്ള ഒരു സാധ്യത മനസ്സിൽ സങ്കല്പിച്ച് നാം കാത്തിരിക്കുകയാണ്. 1, 2, 3 ആഴ്ച ഇങ്ങനെ കടന്നുപോയി. നമ്മുടെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു, നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നഷ്ടപ്പെട്ടു. പോലീസുകാർ പറഞ്ഞത് ഞങ്ങൾ മാക്സിമം അന്വേഷിച്ചു, പക്ഷെ ഞങ്ങൾക്ക് ഇതിന് യാതൊരു അറിവുമില്ല, യാതൊരു തുമ്പും ഇതിന് കണ്ടെത്തുവാൻ കഴിയുന്നില്ല. പ്രാർത്ഥിച്ച ദേവദാസന്മാർ പറയുന്നത് നിശ്ചയമായിട്ടും ഇതിന് വിടുതലുണ്ട്. ഒരു 3 ആഴ്ചകൾക്ക് ശേഷം മറ്റൊരു ആത്മീയ കൂട്ടായ്മ കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങിപ്പോയപ്പോൾ നിങ്ങൾ കാണുന്ന കാഴ്ച എന്താണെന്ന് അറിയാമോ? നിങ്ങളുടെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടുപോയ സാധനങ്ങളൊക്കെ നിങ്ങൾ അറിയാതെ തന്നെ അതേ സ്ഥലങ്ങളിൽ കൊണ്ട് മടക്കി വെച്ചിരിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ തുറന്ന് നിങ്ങൾ നോക്കുമ്പോൾ അത്ഭുതം കൂടുന്ന കണ്ണുകളോട് നിങ്ങൾ ആ കാഴ്ച കാണുകയാണ്. എടുത്തുകൊണ്ടുപോയ ഓരോ വസ്തുക്കളും അതിന്റെ സ്ഥാനത്തേക്ക് മടക്കിക്കൊണ്ട് വെച്ചിരിക്കുന്നു. ഈ സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം, ആ സന്തോഷത്തെ കുറിച്ചാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, വലിയ കൊള്ള കണ്ടു കിട്ടുന്നത് പോലെ ഉള്ള സന്തോഷം. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നിന്റെ ജീവിതത്തിൽ നിന്ന് എടുത്തുകൊണ്ടുപോയ ആ നന്മ, നിന്റെ കുടുംബത്തിൽ നിന്ന് കള്ളൻ കൊള്ളയടിച്ചു കൊണ്ടുപോയത്, അതുപോലെ തന്നെ തിരിച്ചു വരുമെന്ന് ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിച്ചില്ല. എന്നാൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത്, പ്രതീക്ഷിക്കാത്ത ഒരു നേരത്ത് ഒരു അത്ഭുതം വന്നുകൊണ്ടില്ല. നിന്റെ ജീവിതത്തിൽ നിന്ന് എടുത്തുകൊണ്ടുപോയ സകലത്തെയും നിന്റെ വീട്ടിനുള്ളിൽ യഥാസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. ഈ സന്തോഷത്തെയാണ് ഒരു വലിയ കൊള്ള കണ്ടുകിട്ടുന്നത് പോലെ ഉള്ള സന്തോഷം എന്ന തിരുവചനം പഠിപ്പിക്കുന്നത്.
ദൈവപൈതലേ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന് നമ്മോടായി ഓർപ്പിക്കുവാനുള്ളത്, ഹല്ലേലൂയ, ഒരുപക്ഷേ ശത്രു കഴിഞ്ഞ നാളുകളിൽ നിന്റെ ജീവിതത്തിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയ നിന്റെ നന്മകൾ ഉണ്ടാകാം, നിന്റെ ജീവിതത്തിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയ നിന്റെ വാഗ്ദത്തങ്ങൾ ഉണ്ടാകാം. Can devil steal your promises? നിന്റെ വാഗ്ദത്തങ്ങളെ പിശാചിന് കൊള്ളയടിക്കുവാൻ കഴിയുമോ? ഹല്ലേലൂയ. പിശാചിന് അതിനെ പൂർണ്ണമായി തകർത്തു കളയാൻ കഴിയില്ല എങ്കിലും നിന്റെ വാഗ്ദത്തങ്ങളെ ദീർഘിപ്പിക്കുവാൻ നിനക്കും നിന്റെ വാഗ്ദത്തങ്ങൾക്കും ഇടയിൽ കയറി നിൽക്കുവാൻ പിശാചിനെ കഴിയും. ഹല്ലേലൂയ. ഇത് കണ്ട് ഭയപ്പെട്ട് നിൽക്കുന്നവനല്ല ഭക്തൻ. നിനക്ക് ദൈവം നൽകിയ വാഗ്ദത്തങ്ങളെ പിശാച് തടയുന്നത് കാണുമ്പോൾ അതിലേക്ക് നീ എത്തിപ്പിടിക്കുകയില്ല എന്ന് നിന്നെ കുറിച്ച് പറയുമ്പോൾ 119 സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ദൈവസന്നിധിയിൽ പരമാരണിയാക്കണം. കർത്താവേ, വലിയ വാഗ്ദാനങ്ങൾ നീ എനിക്ക് തന്നിട്ടുള്ളത് കൊണ്ട് ഒരു കൊള്ള കണ്ടു കിട്ടിയതുപോലെ ഞാൻ നിന്റെ സന്നിധിയിൽ സന്തോഷിപ്പാനിടയായിത്തീരും. 119 സങ്കീർത്തനം ദൈവത്തിന്റെ വചനത്തിൽ രസിക്കുന്ന, ദൈവത്തിന്റെ വചനത്തിൽ ആനന്ദിക്കുന്ന, ദൈവത്തിന്റെ വചനത്തിൽ രസിക്കുന്ന, സന്തോഷിക്കുന്ന, അതിനെ കുറിച്ച് ലജ്ജിക്കാത്ത ഒരു ഭക്തന്റെ കാവ്യമാണ്. സങ്കീർത്തനത്തിന്റെ ആരംഭം മുതൽ തന്നെ താൻ പറയുന്നു, നിന്റെ വചനത്തെ, നിന്റെ പ്രമാണത്തെ ഞാൻ അനുസരിക്കുന്നത് കൊണ്ട് ഞാൻ ഒരിക്കലും ലജ്ജിച്ചു പോകയില്ല. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ പ്രമാണത്തെ അനുസരിക്കുന്ന ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ നിന്ന് ശത്രു എന്തൊക്കെ കോണയായി കൊണ്ടുപോയാലും, ഹല്ലേലൂയ, അതിനെ മടക്കി കൊണ്ടുവരുന്ന ഒരു ദൈവിക പ്രവൃത്തി അവന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായി തീരും. കരങ്ങളുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. പിശാച് നമ്മുടെ വാഗ്ദത്തങ്ങളെ, നമ്മുടെ നന്മകളെ കൊള്ളയടിക്കുവാൻ സാധ്യതയുണ്ടോ? ദൈവത്തിന്റെ വചനം യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, പിശാചിന്റെ പ്രവൃത്തി എന്താണ്? മോഷ്ടിപ്പാനും അടക്കുവാനും മുടിക്കുവാനും കൊല്ലുവാനും ഒക്കെയാണ് ശത്രു കടന്നു വരുന്നത്. നാം വിളിക്കുന്ന ദൈവം ഒരു സാനിഷ്ഠായ ദൈവമല്ല. ഹല്ലേലൂയ. നിന്നെ ശത്രു കൊള്ളയടിക്കുന്നത് കണ്ട് കരങ്ങൾ കൊട്ടി ചിരിക്കുന്ന ഒരു ദൈവമല്ല നാം വിളിക്കുന്ന ദൈവം. നിന്റെ സങ്കടം കണ്ട് ചിരിച്ചുല്ലസിക്കുന്നത് ദൈവമല്ല, നിന്റെ ശത്രുവാകുന്ന പിശാചാണ്. നിന്റെ വാഗ്ദത്തങ്ങൾ തകർക്കപ്പെടുന്നത്, അത് എത്തിപ്പിടിക്കുവാൻ കഴിയാതെ നീ പരിഭ്രമിച്ച് നിൽക്കുന്നത് കണ്ട് സന്തോഷിക്കുന്നത് നിന്റെ ശത്രുവാകുന്ന പിശാചാണ്. ഹല്ലേലൂയ. പിശാചിന് ഇഷ്ടം നീ നിന്റെ വാഗ്ദത്തങ്ങളെ ഒരിക്കലും എത്തിപ്പിടിക്കില്ലെന്നാണ്. ദൈവം ആഗ്രഹിക്കുന്നു ഞാനും നീയും ഒരു വിടുതൽ പ്രാപിക്കണമെന്ന്. ദൈവം ഇഷ്ടപ്പെടുന്നു നാം സന്തോഷിക്കണമെന്ന്. നമ്മുടെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നാം സകലത്തിലും ശുഭവും സുഖമായിരിക്കണമെന്ന് സ്വർഗ്ഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു. പ്രവാചകനായ യെശയ്യാവ് പ്രവചിച്ചതുപോലെ യുഗാരംഭം മുതൽ നിന്റെ പേര് വീണ്ടെടുപ്പുകാരൻ എന്നാണ്. തകർന്ന ജീവിതങ്ങളെ വീണ്ടെടുക്കുന്ന, നഷ്ടപ്പെട്ടതിനെ ഉദ്ധരിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആഗ്രഹം ഞാൻ നീ വിടുതൽ പ്രാപിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. ദൈവത്തിന്റെ ആഗ്രഹം ഇതാണെങ്കിൽ പോലും എന്തുകൊണ്ട് പിശാചിന് നമ്മെ തകർക്കുവാൻ കഴിയുന്നു? ഹല്ലേലൂയ. അതിന് പ്രത്യേക കാരണമുണ്ട്. ദൈവത്തിന് നമ്മോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, ദൈവം നമ്മെ കരുതാഞ്ഞിട്ടല്ല, അവന് നമ്മോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. ന്യായവിധിയുടെ പുസ്തകം 3-ാം അധ്യായം ആദ്യ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇതിന്റെ രഹസ്യം നമുക്ക് മനസ്സിലാക്കുവാൻ ഇടയായി. ന്യായവിധിയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ രചയിതാവ് പ്രകാരം എഴുതി വെച്ചിരിക്കുകയാണ്, ഇസ്രായേൽ മക്കൾ മിസ്രൈം വിട്ട് കനാനിലേക്ക് വന്നപ്പോൾ ഇതുവരെ യുദ്ധം കണ്ടിട്ടില്ലാത്ത പുതിയ തലമുറയെ പരീക്ഷിക്കേണ്ടതിനും യുദ്ധം അഭ്യസിപ്പിക്കുവാനും ദൈവം വെച്ചിരിക്കുന്ന ജാതികൾ. ആ ദൈവ പൈതലേ, നിനക്കെതിരായി പിശാചിനെ നിർത്തിയിരിക്കുന്നത്, നിനക്കെതിരായി ശത്രുത നിലനിൽക്കുന്നതിന് രഹസ്യം എന്താണെന്ന് അറിയാമോ? നിന്നെ ട്രെയിൻ ചെയ്യുന്ന, നിന്നെ അഭ്യസിപ്പിക്കുന്ന അഭ്യസന കളരി സ്വർഗ്ഗത്തിലെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. സഹോദര സഹോദരി, നിന്റെ പ്രതികൂലം നിന്നെ തകർത്ത് കളയുന്നതിനല്ല, നിന്റെ പ്രതികൂലം നിന്നെ പണിപഠിപ്പിക്കാനാണ്. ഞാൻ സാധാരണയായിട്ട് ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. മോശയുടെ വാളിന് തെറ്റിപ്പോയപ്പോൾ
യോശുവയുടെ വാളിന് തെറ്റിപ്പോയപ്പോൾ പിന്നെയെങ്കിലും ആ ശത്രു ശേഷിച്ചിരിക്കുന്നു. എന്തുകൊണ്ട് ശത്രു ശേഷിച്ചിരിക്കുന്നു? എന്തുകൊണ്ട് ദൈവം ശത്രുവിനെ ശേഷിച്ചിരിക്കുന്നു? ഒരു ദൂത് ദൈവമക്കളോടെ വിളിച്ചു പറയട്ടെ, നിനക്കൊരു ശത്രുവിനെ ശേഷിക്കുന്നെങ്കിൽ അതിന്റെ രഹസ്യം നിന്നെ യുദ്ധം പഠിപ്പിക്കുവാനാണ്. യോശുവയുടെ വാളിന് വിട്ടുപോയത് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ശക്തന്മാരായ അഭിഷക്തന്മാരുടെ വാളിന് വിട്ടുപോയത് ഇന്നും മലയാളം മണ്ണിൽ മലകളിൽ പൈശാചിക മണ്ഡലം ശേഷിക്കുന്നുണ്ടെങ്കിൽ ദൈവ പൈതലെ നിന്നെ യുദ്ധം പഠിപ്പിക്കുവാൻ, നിന്നെ ഒരു പോരാട്ടത്തിനായി എഴുന്നേൽപ്പിക്കുവാനുള്ള സ്വർഗീയ പദ്ധതിയാണത്. ഞാൻ പുസ്തകം പഠിച്ചാൽ എങ്ങനെയാണ് ദൈവം ഇവരെ യുദ്ധം പഠിപ്പിച്ചതെന്ന് നാം കാണുന്നു. ഈ ജാതികളൊക്കെ വ്യത്യസ്ത സ്വഭാവമുള്ളവരായിരുന്നു. ഓരോ കാലത്തിലായി ഇവർ വന്നിട്ട് ദൈവമക്കളുടെ നന്മയെ ഇവർ അവഹേളിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. മിദ്യാനിനെ നാം കാണുന്നു. മിദ്യാനിയുടെ സ്വഭാവം കൊയ്ത്തിനുള്ള സമയമാകുമ്പോൾ, വിളവെടുപ്പിനുള്ള സമയമാകുമ്പോൾ എവിടെ നിന്നറിയാതെ കൂട്ടമായി മിദ്യാൻ ദേശത്തെ മൂടുമായിരുന്നു. ഒരു വർഷം മുഴുവൻ ദൈവജനം അധ്വാനിക്കും. ഒരു വർഷം മുഴുവൻ അധ്വാനിക്കുമെങ്കിലും ഫലം നാളെ ഞങ്ങൾക്ക് കൊയ്ത്ത് നടത്തണം, നാളെ ഒരു വർഷത്തെ അധ്വാനത്തിന്റെ റിസൾട്ട് ഞങ്ങളുടെ കയ്യിൽ വരികയാണ് എന്ന പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുമ്പോൾ നിന്റെ കയ്യിലെത്തിയ നന്മയെ നിനക്ക് തരാതെ നിന്റെ കൊയ്ത്തിനെ തടഞ്ഞുകൊണ്ട് സകലത്തെ കോളയിട്ട് കൊണ്ടുപോകുന്ന ഒരു മിദ്യാൻ. മറ്റൊരു രാജ്യമായിരുന്നു ഫെലിസ്ത്യർ. മിദ്യാൻ കൂട്ടമായി വെട്ടിക്കളികളെ പോലെ ദേശത്തിറങ്ങി സകല നന്മയും ഒരു വർഷത്തെ അധ്വാനത്തെ ഒന്നിച്ചെടുത്തുകൊണ്ട് പോകുമ്പോൾ വിതയ്ക്കുമ്പോൾ മിദ്യാൻ വരികയില്ല, സസ്യം വളർന്നു വരുമ്പോൾ മിദ്യാൻ വരികയില്ല. കൊയ്ത്തിന് പരുവമാകുമ്പോൾ, വിളവെടുപ്പിനുള്ള സമയമാകുമ്പോൾ നിന്റെ മുഴുവൻ അധ്വാന ഫലത്തെ ഒരു നിമിഷം കൊണ്ട് എടുത്തുകൊണ്ട് പോകുന്ന ഒരു മിദ്യാൻ. പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. അഹോരാത്രം പണിയെടുക്കും, നന്നായി അധ്വാനിക്കും, എന്നാൽ കയ്യിലെത്തുമെന്ന് സങ്കല്പിക്കുന്ന നിമിഷം എവിടെ നിന്നോ വന്ന ഒരു കാറ്റ്, ഒരു ശത്രു അതിനെ എടുത്തുകൊണ്ട് പോകുന്നു. ഫെലിസ്തീന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഫെലിസ്തീൻ കൂട്ടമായി എത്തുകയില്ല. ഹല്ലേലൂയ. ഫെലിസ്ത്യർ ചെറിയ കൂട്ടങ്ങളായി ദേശത്തിന്റെ വിവിധ ഭാഗത്തെ ആക്രമിക്കും. ഒന്നിച്ചല്ല, ചെറിയ ചെറിയ കൂട്ടങ്ങളായി ദേശത്തിന്റെ വിവിധ ഭാഗത്തെ അവർ ആക്രമിക്കും. ഒരു സൈഡിൽ ഫെലിസ്തീൻ ആക്രമിക്കുന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ ജനത്തിന്റെ ശ്രദ്ധ മുഴുവൻ അങ്ങോട്ട് തിരിഞ്ഞു കഴിയുമ്പോൾ മറ്റൊരു ഭാഗത്ത് അവിടെ മറ്റൊരു ഫെലിസ്തീൻ പ്രഭു അവിടെ എഴുന്നേറ്റ് ആ ഭാഗത്തെ ആക്രമിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിലും പൊതുവിൽ ജീവിതത്തിൽ ഒരു സ്വസ്ഥതയില്ല. ഒരു പ്രശ്നം ഒതുക്കി കഴിയുമ്പോൾ അപ്പുറത്തുനിന്ന് മറ്റൊന്ന് തടി വീഴ്ത്തുന്നു. അല്പാൽപമായി അവിടുന്നും ഇവിടുന്നും നിന്റെ നന്മകളെ, നിന്റെ അനുഗ്രഹത്തെ കൊള്ളയിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. മറ്റനേക ശക്തികളെ കുറിച്ച് ന്യായവിധിയുടെ പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. ചില ഉദാഹരണങ്ങളിലൂടെ കാര്യത്തെ മക്കൾക്ക് വ്യക്തമായി ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. മറ്റൊരു രാജ്യമുണ്ട്, മോവാബ്. യെശയ്യാവ് 13 നാം കാണുന്നു, നിങ്ങളുടെ വെള്ളിയിൽ, നിങ്ങളുടെ നന്മകളിൽ അവന് കണ്ടില്ല, പക്ഷെ നിങ്ങളുടെ ഗർഭിണികളുടെ ഉദരത്തെ പിളർക്കും, നിങ്ങളുടെ തലമുറയെ, നിങ്ങളുടെ യൗവനക്കാരെ അവർ വാളുകൊണ്ട് വെട്ടിക്കൊല്ലും എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ സമ്പത്തുമുണ്ട്. സാമ്പത്തിക മണ്ഡലത്തിൽ യാതൊരു തകർച്ചയുമില്ല. എന്നാൽ തലമുറയുടെ നന്മ അനുഭവിക്കുവാൻ കഴിയുന്നില്ല. തലമുറ ലഭിക്കേണ്ട നന്മ മക്കൾ ഉണ്ടാകുന്നില്ല. ഉണ്ടായാൽ തന്നെ അത് അനുഗ്രഹിക്കപ്പെടുന്നില്ല. തലമുറയ്ക്കെതിരെ നിൽക്കുന്ന ഒരു പൈശാചിക മണ്ഡലം, നിന്റെ തലമുറയെ കൊള്ളയിട്ട് കൊണ്ടുപോകുന്ന ഒരു പിശാചിന്റെ പ്രവൃത്തി. കൊല്ലുവാനും മുടിക്കുവാനും മോഷ്ടിപ്പാനും അടക്കുവാനും വരുന്നൊരു ശത്രു. യേശു കർത്താവിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ?
അതേ വാക്യം തന്നെ പറയുന്നു, ഞാൻ വന്നത് കൊല്ലുവാനല്ല, യേശു വന്നത് നശിപ്പിക്കാനല്ല, ജീവനുണ്ടാകുവാനും സമൃദ്ധിയായ ജീവനുണ്ടാകുവാനും. ലേഖനമോ 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നു, പിശാചിന്റെ പ്രവൃത്തിയെ അഴിപ്പാനല്ലോ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായത്. ദൈവപൈതലെ, ശത്രു നിന്റെ ജീവിതത്തിൽ നിന്ന് കൊള്ളയിട്ട് കൊണ്ടുപോയത് നിന്റെ ജീവിതത്തിൽ മടക്കി വരുത്തുവാൻ നീ പ്രതീക്ഷിക്കാത്ത ലോകത്തിന് എല്ലാ കരകളും അഫലമായി തുറന്നപ്പോൾ നിന്നെ സഹായിക്കുമെന്ന് വാഗ്ദത്തം ചെയ്തവർ അവർ കൈമലർത്തി. ഒരു തുമ്പുമില്ല. ഇതിന്റെ രഹസ്യം എന്താണ്? നിന്റെ ജീവിതത്തിലെ തകർച്ചയുടെ രഹസ്യം എന്താണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് ലോകം കരമുയർത്തി സുന്നിട്ട് തോറ്റു പിന്മാറിയപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന് നിന്നോടൊരു മറുപടിയുണ്ട്. ശത്രു നിന്റെ ജീവിതത്തിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയതിനെ ഒരു സെക്കൻഡ് കൊണ്ട് റീസ്റ്റോർ ചെയ്യുവാൻ, ഒരു സെക്കൻഡ് കൊണ്ട് യഥാസ്ഥാനപ്പെടുത്തുവാൻ ഞാൻ തയ്യാറാണ്. ഇന്നത്തെ കാലം ഈ ആത്മീയ ദൂത് കേൾക്കുന്ന ദൈവമൈതലേ, ദൈവശക്തിയിൽ നിന്ന് പറഞ്ഞാൽ കർത്താവേ, എന്റെ ജീവിതത്തിൽ നിന്ന് ശത്രു കൊള്ളയായി കൊണ്ടുപോയ എന്റെ വാഗ്ദത്തങ്ങൾ, എന്റെ ജീവിതത്തിൽ നിന്ന് ശത്രു കൊള്ളയായി കൊണ്ടുപോയ എന്റെ ആരോഗ്യം, എന്റെ സൗഖ്യം, എന്റെ തലമുറ, എന്റെ സമ്പത്ത്, എന്റെ നന്മ, ഈ ആത്മീയ കൂട്ടായ്മയുടെ നടുവിൽ തന്നെ അത് റീസ്റ്റോർ ആകുവാൻ, പിശാച് എടുത്തുകൊണ്ട് പോയത് അത് റീസ്റ്റോർ ആകുവാൻ നിന്റെ കരം എന്റെ മേൽ വെക്കണമേ. മോശ ആവർത്തന പുസ്തകത്തിന്റെ അവസാനത്തിൽ താൻ സങ്കീർത്തനം പാടുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, യേശുവിന്റെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ? നിന്നെ സഹായിപ്പാൻ അവൻ ആകാശത്തിലൂടെ മേഘാലൂടെയായി വരുന്നു. പുരാതനനായ ദൈവം നമ്മുടെ സങ്കേതമാണ്. കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. ദൈവ പൈതലെ, നിന്നെ തകർക്കുവാൻ, നിന്നെ വെല്ലുവിളിക്കുവാൻ, നിന്നെ കൊള്ളയായി കൊണ്ടുപോകുവാൻ പിശാച് നിനക്കെതിരെ നിർത്തുമ്പോൾ ശക്തനായ ദൈവം നിന്റെ നിലവിളി കേട്ട് അവൻ ഇരിക്കുന്നിടത്തുനിന്ന് സ്വർഗം ചായ്ച്ച് നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരുന്ന കാഴ്ച ഇന്ന് പകൽക്കാലം കാണാൻ. കൊള്ളയായി പോയ ഒരു ജനം. 18-ാം സങ്കീർത്തനം ദാവീദ് രാജാവ് തന്റെ സകല ശത്രുക്കളെയും അമർച്ച ചെയ്ത ശേഷം, തന്റെ യുദ്ധങ്ങളിലൊക്കെ ഒരു ജയമേറ്റെടുത്ത ശേഷം അവൻ പാടിയ സങ്കീർത്തനമാണ്. ദാവീദിനെ തകർത്ത, അവനെതിരായി നിന്ന്, അവന്റെ വാഗ്ദത്തങ്ങൾക്ക് എതിരായി നിന്ന് അനവധി പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. എന്നാൽ അവന്റെ ശത്രുതകൾക്കൊക്കെ ഒരവസാനം ഉണ്ടായപ്പോൾ, ഒരറുതി ഉണ്ടായപ്പോൾ അവനൊരു സങ്കീർത്തനം എഴുതി. ആ സങ്കീർത്തനത്തിൽ അവൻ പാടുകയാണ്, മരണഭാഷകൾ എന്നെ ചുറ്റി, പാവനാള വേദനകൾ എന്നെ പിടിച്ചു. എന്നാൽ അതിന്റെ നടുവിൽ ഞാൻ എന്റെ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ അവൻ തന്റെ മന്ദിരത്തിൽ നിന്ന് കേട്ടു. സ്വർഗത്തിലെ ദൈവത്തോട് എന്റെ ശത്രു എന്നെ തകർക്കുവാൻ എനിക്ക് ചുറ്റും നിന്ന് അവൻ വെല്ലുവിളിച്ചപ്പോൾ, അവന്റെ ശബ്ദം ഉയർത്തിയപ്പോൾ എനിക്കും മരണത്തിനും ഇടയിൽ ചില സെക്കൻഡ് മാത്രമേ വ്യത്യാസമുള്ളൂ. എന്റെ ജീവിതത്തിന്റെ അവസാന ശ്വാസം നിമിഷങ്ങൾക്കുള്ളിൽ ഞാൻ വലിച്ചു തീർത്തു എന്ന് ചിന്തിച്ച ഭാഷകളെ ചുറ്റി പാതാള വേദനകളെ പിടിച്ചു. എനിക്കും മരണത്തിനുമിടയിൽ ചില നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് അവൻ ചിന്തിച്ച അതേസമയം ഭക്തന്റെ ഉള്ളിൽ നിന്ന് ഒരു സന്ദേശം അയച്ചു, ഒരു ചെറിയ സന്ദേശം. ദൈവമേ, എന്റെ വാഗ്ദാനങ്ങൾ നിമിത്തം, because of your promises, എന്റെ ജീവിതത്തെ കുറിച്ചുള്ള നിന്റെ വാഗ്ദാനങ്ങൾ നിമിത്തം ശത്രു എന്നെ തകർക്കരുത്, ഞാൻ കൊള്ളയായി പോകരുത്, എന്റെ ജീവനെ പിശാച് കൊള്ളയായി കൊണ്ടുപോകരുത്. സ്വർഗത്തിലെ ദൈവം ശാന്തമായിരുന്നില്ല. 18-ാം സങ്കീർത്തനം വായിക്കേ, ഭക്തൻ തുള്ളിച്ചാലും വായിക്കുന്ന ദൈവ പൈതൽ ആത്മനിർവൃതി അവൻ ഇരിക്കുന്ന ഇടമാണെന്ന് കർത്താവിനെ സ്തുതിക്കും. ദൈവം ഇറങ്ങി വരുന്നത് കാഴ്ച 18-ാം സങ്കീർത്തനത്തിൽ നാം കാണുന്നത്. ഭക്തന്റെ നിലവിളി, ദാവീദിന്റെ നിലവിളി കേട്ട ദൈവം. വേദപുസ്തകം പറയുന്നു, സ്വർഗം ആകാശം ചായ്ച്ചിറങ്ങി, ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. ഹല്ലേലൂയ. നോക്കണമേ, അതിന്റെ അടിസ്ഥാനങ്ങൾ വെളിപ്പെട്ടു വന്നു. ഓ ഹല്ലേലൂയ. കരയുന്ന നിനക്ക് വേണ്ടി ആളെന്നെ വിട്ടുവെക്കും. ഈ പ്രതിസന്ധിയുടെ നടുവിൽ നിന്ന്, ശത്രുവിന്റെ കയ്യിൽ നിന്ന് ആളെന്നെ വിട്ടുവെക്കും. എനിക്ക് അവിടെ നിന്ന് ഒരു ഉദാഹരണം, കൊള്ളയായി കൊണ്ടുപോയ എന്റെ ആരോഗ്യം ആര് തിരിച്ചു തരും? ശത്രു
പോകുകയില്ല, നിലച്ചു പോകുകയില്ല, നിലച്ചു പോകുകയില്ല. നിന്നിൽ നിന്ന് കൊള്ളയായി കൊണ്ടുപോയത്, നിന്നിൽ കൊള്ളയായി കൊണ്ടുപോയത് ഇന്ന് പകൽക്കാലം തിരിച്ചു പിടിക്കുവാൻ, ഇന്ന് പകൽക്കാലം തിരിച്ചു കൊണ്ടുവരുവാൻ സ്വർഗത്തിന്റെ ദൈവത്തിന്റെ വീടുകളുടെ കാലം നിനക്ക് അനുകൂലമായി വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അന്യായ കോലുകളെ, ഇരുട്ടിന്റെ ശക്തികളെ, ജീവിതങ്ങളുടെ നന്മകളെ, ആത്മിക ഭാവിയെ, ആത്മിക വളർച്ചയെ, തലമുറകളെ, കുടുംബ ജീവിതങ്ങളെ തകർത്ത കൊലയായി കൊണ്ടുപോയ പൈശാചിക ശക്തികളോട് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത് തിരിച്ചു കൊണ്ടുവരുവാൻ നിങ്ങൾ കൽപ്പിക്കുന്നു. പിശാചേ, മടക്കിക്കൊണ്ടുവാ. ഒരിക്കൽ ഇസ്രായേലിന്റെ അഭിമാനമാകുന്ന പെട്ടകം ഫെലിസ്തീൻ പിടിച്ചുകൊണ്ടുപോയി. ശമൂവേൽ പുസ്തകം 4-ാം അധ്യായത്തിൽ ഫെലിസ്തീൻ പെട്ടകത്തെ കൊള്ളയായി കൊണ്ടുപോയി. ഏലി പുരോഹിതന്റെ മരുമകൾ കരഞ്ഞു വിലപിച്ചുകൊണ്ട് പറഞ്ഞു, മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി. ജനത്തിൽ നിന്ന് മഹത്വം പോയി എന്നുള്ളത് ശരിയാണ്, ദൈവസാന്നിധ്യം ദേശത്തു നിന്ന് പോയത് ശരിയാണ്. പക്ഷേ ജാതികളുടെ നടുവിലും താൻ ആരാണെന്ന് വെളിപ്പെടുത്തേണ്ട ദൈവത്തിന്റെ മഹത്വം, അതിനൊരു കുറവ് സംഭവിച്ചിട്ടില്ല. കരവുയർത്തി താൻ ശ്രദ്ധിച്ചാട്ടെ. ഈ 21-ാം നൂറ്റാണ്ടിലും എന്റെ യേശുവിന്റെ പ്രവൃത്തിയുടെ മഹത്വത്തിന് ഒരു കുറവ് വന്നിട്ടില്ല.